പ്രൈസ് ദി ലോർഡ്. എല്ലാ ചിന്തയും എല്ലാ സങ്കടങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ചിന്തയും പുറമേയുള്ള ചിന്തകളെല്ലാം ഇനി ഇതിലിരുന്ന് പുറത്തുപോയ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ എന്താവും അതെല്ലാം ചിന്ത മാറ്റിവെച്ചു. നിങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ ഉടമ്പടിക്ക് വരുമ്പോൾ തന്നെ അത് ദൈവം വിളിക്കാതെ നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല. അത് വിശ്വസിക്കുക. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും കുറേ തടസ്സങ്ങൾ കഴിഞ്ഞ് വന്നാലും ദൈവം വിളിക്കാതെ ഒരിക്കലും ഇങ്ങ് വന്നിട്ടില്ല. അപ്പോൾ ദൈവം വിളിച്ചെങ്കിൽ ദൈവം ആഗ്രഹിക്കുക നിങ്ങളെ സ്വന്തമാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ നമ്മളെ തന്നെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. വേറെ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും. ആവശ്യമില്ലാത്ത സങ്കടങ്ങളും വിചാരങ്ങളും ഒന്നും ആയിരിക്കരുത്. ഒറ്റ കാര്യത്തിൽ സന്തോഷിക്കുക. അവസാനം എന്നെ ദൈവം വിളിച്ചല്ലോ, എനിക്ക് ഈ ദൈവത്തിൻ്റെ സ്വന്തം ഉടമ്പടി വഴി സ്വന്തം ആകാൻ സാധിച്ചല്ലോ, അത്രയും മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ഒന്ന് രണ്ട് പ്രാക്ടിക്കൽ കാര്യമാണ് നമുക്ക് ധ്യാനിക്കേണ്ടത്. ഇതിൽ സംഭവം പിശാച് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ തരും. സങ്കടമാണ് ആധിപത്യം ചെലുത്തുന്നത്. അപ്പോൾ നമുക്ക് സങ്കടം വരുമ്പോൾ അതിൻ്റെ കൂടെ പേടി വരും. പേടി വന്നാൽ വിശ്വാസം പോവും. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ആദ്യം സംഭവിക്കുന്ന അതാണ്. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പലവരിക്കും അത് മെക്കാനിക്കലായി പോകാറുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. മടി തോന്നിക്കും. മടിയില്ല. മനസ്സിൽ തോന്നിക്കും എന്തിനാ ഇത് പ്രാർത്ഥിക്കുന്നത്. പിന്നെ കാലത്തെ എണീക്കാൻ താമസിക്കും. പിന്നെ അതൊരു കുറ്റബോധമാവും. പിന്നെ മുടങ്ങിപ്പോവും. ഇതുപോലെ പല തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടാവും. നമ്മൾ അത് വിട്ടുപോകും. പിന്നെ പ്രാർത്ഥിക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി, എങ്ങനെയും തീർത്താൽ മതി. ജപമാല ചൊല്ലാമെന്ന് പറയും. ഇപ്പോൾ വേണ്ട, പിന്നെ ആകാം. അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വേറൊരു ജീവിതത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ റിയൽ ലൈഫിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത എന്താ, കുറച്ച് ദിവസം നമ്മളെ ശീലമെല്ലാം വിട്ടുപോകും. നമ്മളെ ഹാബിറ്റ്സ് മാറിപ്പോവുകയാണ്. തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾ നോക്കിയിട്ടില്ലേ, ഈ വർക്ക്ഷോപ്പിൽ കുറേ ദിവസം യൂസ് ചെയ്യാതെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ എന്താകും, അതിൻ്റെ ബാറ്ററി ഡ്രെയിനായി പോകും. പിന്നെ എത്ര കീ ഇട്ടാലും അത് സ്റ്റാർട്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കാറ് ചിലവർ കണ്ടിട്ടില്ലേ, കുറേ ദിവസം യൂസ് ചെയ്യാതെ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകില്ല, ബാറ്ററി ഡൗൺ ആവും, ഡ്രെയിനായി പോകും. അപ്പോൾ എന്താ ചെയ്യുക, ഉന്തി കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കുറേ ദിവസം നമ്മളെ ശീലങ്ങളെല്ലാം മാറും. പ്രാർത്ഥിക്കില്ല, കുറച്ച് പ്രാർത്ഥിക്കും, മെക്കാനിക്കലാവും. നമുക്ക് തന്നെ ഒന്നും പണ്ടത്തെ പോലെ ഇല്ല എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക. പണ്ട് ഞാൻ ദിവസവും കുർബാനയ്ക്ക് നേരത്തെ പോകും, അതൊരു ആകാംക്ഷയോടെ പോകും, സന്തോഷത്തിൽ പോകും. ഇപ്പം ലേറ്റാകും, എന്നാലും പോയിരിക്കും. ഇതൊരു മെക്കാനിക്കലായിപ്പോയി. അതിൻ്റെ കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന അനുഭവം നമുക്ക് കിട്ടാത്തതാണ്. ദൈവാനുഭവം താമസിക്കുമ്പോൾ നമ്മൾ പതുക്കെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രാർത്ഥന കുറഞ്ഞു പോകും, ഡ്രെയിനായി പോകും. ബൈബിൾ വായന കുറഞ്ഞു പോകും. എന്തെങ്കിലുമൊക്കെ വായിക്കും. ചിലവരിക്കും, എല്ലാവർക്കും ഇല്ല ഞാൻ പറയണം, ചിലരിക്കെങ്കിലും ബൈബിൾ വായന നിർത്തിക്കളയും. വായിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ജപമാല ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കില്ല. അത് ഈശോ യോഹന്നാൻ 11:15 പറയുന്നുണ്ട്, ലാസറസ്
രോഗിയായിരിക്കുമ്പോൾ ഈശോ അങ്ങോട്ട് ചെല്ലാത്തത്, ഈശോ പറയുക ഞാൻ അവിടെ ഇല്ലാത്തത് അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ദൈവം ഇല്ലാത്തതാണ് ദൈവാനുഭവം ഇല്ലാത്തത്. അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തരുന്നത്. എല്ലാം നിങ്ങൾ ചോദിക്കുന്ന എല്ലാം നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിലെവിടെയാണ് വിശ്വാസം? എവിടെയാണ്? കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതെല്ലാം നമുക്ക് പ്രതികൂലം സംഭവിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം. ദൈവം ഈ സാഹചര്യങ്ങൾ നമുക്ക് തരുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. അനുഭവം തരുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടില്ല. അതിൽ വിശ്വാസത്തിൻ്റെ മാർക്ക് വളരെ കുറവ്, 5 മാർക്കാണ്. 100 മാർക്ക് കിട്ടുന്നത് നമുക്ക് അനുഭവം കിട്ടാതിരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അനുഭവം കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്താ വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് അത് വിശ്വസിക്കേണ്ടത്? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? പുഷ് ചെയ്ത് കൊടുക്കും അല്ലേ, കുറച്ച് ഉന്തി കൊടുക്കണം. അപ്പോൾ ബൈ ഫോഴ്സ് ഉന്തണം. ബൈബിൾ വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴാണ് വായിക്കാൻ തോന്നുന്നില്ല ആ സമയത്ത് തന്നെ അപ്പം തന്നെ എടുത്തിട്ട് ഒരു 2 ലൈൻ വായിക്കണം. അത് സമാധാനത്തിൽ ഇരുന്നിട്ട് ശാന്തതയിൽ ഇരുന്ന്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വാതിലടച്ചിട്ട് ഒരു 2 ലൈൻ വായിക്കാൻ തുടങ്ങി. അത് 4 ആയിക്കോളും, പിന്നെ അത് 6 ആവും, 8 ആവും, അങ്ങനെ ആയിക്കോളും. അത് ചാർജ് ചെയ്ത് കൊടുക്കുന്ന ഇച്ചിരി നേരം വണ്ടി പോലും സ്റ്റാർട്ട് ചെയ്യാതെ, എന്തിനാ എക്സാമ്പിൾ വണ്ടി പറയണമെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാകില്ല. ഉന്തി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് ഇങ്ങനെ നിർത്തി വയ്ക്കും ചാർജായി കിട്ടാൻ. അപ്പോൾ ഈ ഒരു ശീലം, കാലത്ത് എണിക്കാൻ സാധിച്ചില്ല, 5:30 മണിക്ക് എണിക്കാൻ സാധിച്ചില്ല, കുറേ കാര്യം ഉണ്ടാവും, ന്യായീകരണം ഉണ്ടാവും. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 5:30 മണിക്ക് എണിച്ചിട്ട് ഒരു 2 ആഴ്ച ശീലിക്കുക, പിന്നെ അതായിക്കോളും. ജപമാല ചൊല്ലാൻ തോന്നിയില്ലെങ്കിൽ ഒരു 10 മണി ചൊല്ലി തുടങ്ങുക, പിന്നെ അതിൽ നിർത്ത്. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ചൊല്ലണം. പക്ഷെ ബൈ ഫോഴ്സ്, ഇന്ന് ഞാൻ ചൊല്ലി തീർത്തിട്ടേ വേറെ എല്ലാം ചെയ്യും. ഞാൻ കുളിക്കാൻ പോകണമെങ്കിൽ അതിന് മുമ്പേ ഇത് ചൊല്ലും, ഒരു ജപമാല ചൊല്ലിയിരിക്കും. ഇന്നൊരു തീരുമാനം എടുക്കുക, അതൊരു 2 ആഴ്ച നിങ്ങൾ ചൊല്ല്, ചാർജായിക്കോളും. പ്രൈസ് ദി ലോർഡ്. നിന്നിരിക്കണം, പിന്നെ ചൊല്ലണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പിശാച് ചെയ്യുന്നത് വൈകുന്നേരം ചൊല്ലാം, ഇല്ല ഉച്ചയ്ക്ക് ചൊല്ലാം, ഇല്ല യാത്ര ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ചൊല്ലിക്കോളാം, നല്ല തിരക്ക് പോകുന്ന വഴിക്ക് ചൊല്ലാം, ഒന്നും സാധിക്കില്ല. അത് ചെല്ലുന്നതൊക്കെ മെക്കാനിക്കലായി പോകും. ഒരു 15 മിനിറ്റ് മുമ്പേ എണിച്ചിട്ട് ബെഡ് ഇരുന്നതിനെ ചൊല്ലുക, ജപമാല ചൊല്ലുക, ബൈബിൾ വായിക്കുക. അങ്ങനെ ചിലവർക്ക് പിശാച് കൊടുത്തിരിക്കുന്നത്, ഞാൻ കുളിച്ച് പക്ക ക്ലീനായിട്ടാണ് ഞാൻ ചൊല്ലേണ്ടത്, കുളിച്ച് റെഡിയായി പൗഡറൊക്കെ ഇട്ട് ഫ്രഷായിട്ടൊക്കെ ചെയ്യണ്ടേ. നോ, ആത്മാവ് കുളിക്കുന്നത് നിങ്ങൾ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്, ശരീരത്തിലില്ല. അപ്പോൾ ആത്മാവ് കുളിക്കാൻ എന്ത് ചെയ്യണം? അനുദപിച്ചാൽ മാത്രം മതി. ഒന്നിരുന്ന് ദൈവമേ ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, എനിക്ക് യോഗ്യതയില്ല. അത് ഓർത്തെടുക്കുക. നമ്മൾ ചെയ്ത വാക്കുകളും പാപങ്ങളെല്ലാം ചൊല്ലിക്കഴിയുമ്പോൾ ആത്മാവ് കുളിച്ച് കഴിഞ്ഞ് എന്നിട്ട് പ്രാർത്ഥിക്കുക. അതിന് കുളിച്ച് റെഡിയായി പല്ല് തേച്ച് അങ്ങനെയൊന്നുമില്ല പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ കുറേ അതിലെല്ലാം തടസ്സപ്പെടുത്തും. പിശാച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ അപ്പോൾ വേറെ എന്തെങ്കിലും ജോലി കൊണ്ടും തരും, മാറിപ്പോവും. എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ്, പലവരുടെയും പ്രാർത്ഥന മെക്കാനിക്കലായി പോകുന്നുണ്ട്. അത് ആത്മാർത്ഥതയോടെ ആ സമയത്ത് പ്രാർത്ഥന ചൊല്ലണം. അത് തടസ്സപ്പെട്ട് പോകരുത്. പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കമിന്നതിൻ്റെയൊക്കെ കാരണം ചാർജ് പോയിട്ടാണ്. അതിനാർക്കെങ്കിലും ഉണ്ടാ? കൈപൊക്കാവോ? ദൈവം അനുഗ്രഹിക്കുന്ന. പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കത് ഒരു 3-4 ദിവസമായിട്ട് തോന്നിയാൽ ഇത് പറയണമെന്ന്. അപ്പോൾ അത് എതിലാണ് തടസ്സം? അതേപോലെ ഈ ഉടമ്പടിയിൽ പത്രം കൊടുക്കാൻ, ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാൾ പോകാം. ഞാൻ പോയാൽ അവർ തല്ലുക. പലവരും, ഞാൻ ഈ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ചേച്ചി പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കണം. അത് സുഖമല്ലേ? ഏറ്റവും സുഖമാണ്. കുർബാന കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക. ആ കൊടുത്തവർക്ക് എല്ലാവരുടെ കയ്യിൽ പത്രമുണ്ട്. അതാണ് ഏറ്റവും രസം. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം ഉടമ്പടി എടുത്തവരാണ്.
അപ്പോൾ കടമ തീർക്കുക അങ്ങനെ ഇല്ല. ഈശോ പറയണത് ലോകം എല്ലാം ചെന്ന് നീ സുവിശേഷം അറിയിക്കുക. സ്വർഗത്തിലില്ല നീ സുവിശേഷം അറിയിക്കേണ്ടത്. ലോകം എന്താ? മനുഷ്യർ ഈശോനെ അറിയാത്തവരാണ് ലോകം. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ വിജാതീയരില്ലാതെ വിശ്വാസികൾക്ക് കൊടുക്കേണ്ടെന്നില്ല പറയണം, അറിയാത്തവർക്ക് കൊടുക്കുക. അത് നോക്കണം. അതിന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ഇത്രയും പത്രം എൻ്റെ കയ്യിലുണ്ട്, 50 പത്രമുണ്ട്, 50 പേരെ നീ എനിക്ക് തന്നിട്ടുള്ള മതി. ഒരു ദിവസം 2 പേരെ, അത് എപ്പോഴും നിങ്ങൾ പോകുന്ന ബാഗിലോ എൻ്റെ കാറിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാറിൽ ഫ്രണ്ടിലുണ്ടാവും. ഫ്രണ്ടിൽ ഞാൻ വെച്ചിട്ടുണ്ടാവും. കാറിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, ഈശോയെ നീ ആരെയാ കാണിച്ചു തന്നെ അവർക്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അത് കാണിച്ചു തരും. ചിലപ്പോൾ ഒട്ടും വിശ്വാസമില്ലാത്തവർ പോയി പറഞ്ഞാൽ തല്ലുകയൊക്കെ ചെയ്യും, നമ്മുടെ മുമ്പിൽ കീറുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷേ ഈശോ പറയാണ്, ഞാൻ എന്ത് ചെയ്യുക? ഗ്രോട്ടോടെ മുമ്പിൽ ഈശോ എപ്പോഴും പത്രോസ് ആണെങ്കിൽ പോലും, ഈശോ ആണെങ്കിൽ പോലും സൗഖ്യപ്പെടുത്താൻ അവനിൽ ചെറിയ വിശ്വാസം കണ്ടു കഴിഞ്ഞാൽ സൗഖ്യപ്പെടുത്തും. ഗ്രോട്ടോടെ മുമ്പിൽ നിൽക്കും. അപ്പോൾ വിജാതീയർ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുരിശു വരയ്ക്കും. അവരെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. അതൊരു സ്പാർക്കുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്. അവരെ വിളിക്കും ഇങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. പത്രം കൊടുക്കാൻ മടിയുള്ളവർ, ഈ പേടിച്ചിരിക്കുന്നവർ കൈപൊക്കാവോ? റൈറ്റ്. പ്രൈസ് ദി ലോർഡ്. അവർക്കുള്ള മെസ്സേജാ. അപ്പോൾ ഞാനിങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് ചോദിക്കും. ഞാൻ കാറൊക്കെ മാറ്റി എടുത്തിട്ട് വിളിക്കും. ഞാൻ പറഞ്ഞ്, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ദൈവം പ്രാർത്ഥിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം നിൽക്കുമോ അവിടെ? നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറി കേട്ടോ. നിങ്ങൾക്കിത് വായിക്കാൻ തോന്നിയ ഇതിൽ കുറേ സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം കൂടും. ഇതൊന്ന് വായിച്ചു നോക്ക്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചോ, നാളെ വന്ന് ഞാൻ എടുത്തോളാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതുപോലെ ചിലവർ കരഞ്ഞുകൊണ്ടിരിക്കും. കരയുമ്പോൾ എന്താ വിഷമം നിങ്ങൾക്ക്? ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ ദൈവമുണ്ട്, എൻ്റെ പ്രാർത്ഥനയുണ്ട്, അത് എനിക്കറിയാം. അത് നിങ്ങൾ ഇത് വായിച്ചു നോക്കുക. ദൈവം കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ഈ രീതിയിലാണ്. അത് നമുക്കൊരു ആഗ്രഹം വേണം, ആത്മാർത്ഥത വേണം. വെറുതെ ഈ ഇവിടെ 20 പത്രം 50 പത്രം വാങ്ങിച്ച് കൊടുത്ത് തീർത്ത് നോട്ടീസ് കൊടുക്കണ പോലെ പല ഗ്രോട്ടോ, കോയമ്പത്തൂർ ഞാൻ പോകുമ്പോൾ, കോയമ്പത്തൂരില്ല ഗ്രോട്ടോയിലുണ്ടാകും. ഞാൻ എൻ്റെ കയ്യിൽ ഇത്രയും പത്രം ഉണ്ടാകും. ഗ്രോട്ടോയിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ പള്ളിയിലാണ് പോകുന്നത്. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താൻ സാധിക്കും, അത് ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ ഉള്ളപ്പോൾ നമുക്കൊരു ദൗത്യം ദൈവം തന്നിരിക്കുക. ദൈവത്തെ അറിയിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നടക്കാനിറങ്ങുമ്പോൾ സമയം കിട്ടുകയല്ല, നടക്കാൻ പോകുമ്പോൾ കൊന്ത ഇങ്ങനെ വെച്ചിട്ട് നടക്കും. അപ്പോൾ 2 കാര്യമായി, നടത്തവുമായി, പ്രാർത്ഥനയായി, ദൈവമഹത്വമായി. കൊന്ത കുറേ പേര് കാണുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും പ്രവൃത്തിയിൽ ദൈവമഹത്വം വരാൻ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. സമയം വേസ്റ്റാക്കരുത്. എന്ത് ചെയ്താലും, എങ്ങനെ യാത്ര പോയാൽ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഇങ്ങനെ എടുത്ത് വെച്ച് ബൈബിളും എടുത്ത് കൈ വയ്ക്കുക. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് വിശ്വാസം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ദൈവമഹത്വം, ദൈവത്തിന് റെസ്പെക്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ദൈവമഹത്വം വരെയാണ്. ഞാനൊരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും എന്നെ ആർക്കും അറിയില്ലെങ്കിലും 4 പേര് വന്ന് എന്നെ കൈ കൊടുക്കുമ്പോഴത്തേക്ക് എന്നെ അറിയാത്തവർ നോക്കുമോ, ഇവനാരോ വലിയ ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയണ മനസ്സിലായ? ഞാൻ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാവരും കൂടി എണീച്ച് നിൽക്കുകയാണ്. എന്നെ അറിയാത്തവർ ഒരു 100 പേരുണ്ട്, അറിയുന്നവർ ഒരു 10 പേര് ഓടി വന്നിട്ട് എണീച്ചിട്ട് എന്നെ കൈ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എനിക്ക് റെസ്പെക്റ്റായി. അറിയാത്ത 90 പേര് ഇതാരൊക്കെയാണ് അന്വേഷിക്കുക ഇതാരാണെന്ന്. അതുപോലെ ബൈബിള് കയ്യിലുണ്ട്. ഏത് സമയത്തും ആൾക്കാരൊക്കെ ഓട്ടം ബഹളം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരുന്നിങ്ങനെ ബൈബിളും വെച്ച് ജപമാലയും ചൊല്ലുമ്പോൾ
ഇതെന്താണ് ഇത്രയും എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ ഇവർ ജപമാല ഇതെന്തോ പ്രാർത്ഥന ചൊല്ലുണ്ട്. 100-ൽ ഒരാളെങ്കിലും നിങ്ങളോട് എന്നോട് ചോദിക്കാറുണ്ട്, ഇതെന്താ ഇത്, എന്ത് പ്രാർത്ഥനയാണ്, ഇതെന്താ ചെയ്യുന്നത്? അപ്പം നമുക്കൊരു അവസരം ലഭിച്ചു അവരോട് പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ, നമ്മൾ ഒളിഞ്ഞ് നിന്ന് നോക്കി കൊന്ത കഴുത്തിലുണ്ട അവർ കൊണ്ടുപോയി പത്രം കൊടുത്ത്, അതിലെന്ത് ആത്മാർത്ഥത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആത്മാർത്ഥതയാണ് നോക്കുന്നത്. അപ്പം ഇതൊരു ജീവിത രീതിയാണ്. ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുക. പ്രതിഫലമൊക്കെ വിട്. പ്രതിഫലമൊന്നും നിങ്ങൾ ചോദിച്ചാലും എത്ര കിട്ടും, എത്ര ചോദിക്കും? നമ്മളെ കൈയിൻ്റെ അളവ് എത്രയാണ്? പ്രൈസ് ദി ലോർഡ്. ചെറിയ കുഞ്ഞ് നീ എന്ത് വേണമെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് എല്ലാം ഉണ്ട്. അതിനെ കൊണ്ട് വിട്ട് കഴിഞ്ഞാലും അതിനെന്ത് എടുക്കാൻ സാധിക്കും? കയ്യിൽ കൊള്ളുന്നതിൽ എടുക്കും 4 ചോക്ലേറ്റ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അച്ഛൻ പറയാം, ഞാൻ നിനക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ പാർസലും മൊത്തം ആവശ്യമുള്ളതൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് തരും നമുക്ക്. പ്രൈസ് ദി ലോർഡ്. പലവരും സമയം കളയുക നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ച്. നിങ്ങൾ ചോദിക്കേണ്ടത്, എനിക്ക് നീയുണ്ട്, പക്ഷേ നിന്നെ അറിയാത്തവർക്ക് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദൈവമേ, അവർ നിന്നെ അറിയണം. അവർക്ക് രോഗമാണ്, എനിക്ക് അതേ രോഗമുണ്ട്, പക്ഷേ എനിക്ക് നീയുണ്ട്, എനിക്ക് നിന്നെ അറിയാം. പ്രൈസ് ദി ലോർഡ്. നിന്നെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം സാധിക്കാത്തത് ഞാൻ പറഞ്ഞത് ആദ്യം പുഷ് ചെയ്യുക. ഡ്രെയിനായിപ്പോയത് ബാറ്ററി റീചാർജ് ചെയ്യാൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക. തുടങ്ങി വയ്ക്കുക. നിങ്ങൾ നോക്കിക്കോ, ബൈബിൾ വായിക്കാൻ തോന്നിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പാരഗ്രാഫ് തുടങ്ങി നോക്ക്, അടുത്ത പാരഗ്രാഫ് നിങ്ങൾ വായിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പാണ്. പിന്നെ അത് വേറെ ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്ക് അത് രീതി വേറെയാണ്. ബൈ ഫോഴ്സ് വായിക്കുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു 2 ആഴ്ച നിങ്ങൾ ചെയ്ത് നോക്ക്. ഇത് ലൈഫിൻ്റെ ഒരു പാർട്ടായി പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഇതിലെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തത്, പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നത്. അതാണ് ഈശോ ഈ ലൂക്ക 18:1 പറയണത്. നീ തളർന്നു പോകാതിരിക്കാൻ, വിധവയുടെ ഉപമയിൽ ആദ്യം പറയണം, നീ തളർന്നു പോകാതിരിക്കാൻ, പ്രാർത്ഥനയിൽ തളർന്നു പോകാതിരിക്കാൻ എന്ന് വെച്ചാൽ ഡ്രെയിനായി പോകാതിരിക്കാൻ, ചാർജ് പോകാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ബൈ ഫോഴ്സ്. ഒരു പ്രാവശ്യം ഡ്രെയിൻ ഔട്ടായി, നമുക്ക് സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കില്ല, ഉറക്കം തന്നെ. എപ്പോഴാണ് ഉറക്കം തന്നെ അപ്പോൾ എണീച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അനുദപിച്ചുകൊണ്ട് എനിക്ക് യോഗ്യതയില്ല ദൈവമേ. അതുപോലെ ഒരു കൊന്ത ചൊല്ലും, 15 മിനിറ്റ് മതി. പക്ഷെ അത് ഒരു കൊന്ത അപ്പം ചൊല്ലണം. അത് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങും. ഇല്ല, ഇത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിൽക്കുക, അപ്പോൾ നിങ്ങൾക്ക് ചൊല്ലാൻ ഇവിടെ ഞാൻ നിൽക്കും, ഒരു കൊന്ത ചൊല്ലിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ പോകും. ഇല്ല, ഇവിടെ നിന്ന് എണിക്കണമെങ്കിൽ എന്ത് ഉറക്കം വന്നാലും 5 മണിക്കൂറായാലും ഈ കൊന്ത തീർത്തിട്ട് ഞാൻ എണിക്കും. ഒരു തീരുമാനം എടുക്കുക. അത് ചാർജിങ് ആണ്. പ്രൈസ് ദി ലോർഡ്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിഷമവും നിങ്ങളെ മാറും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇതിലുള്ള ബോധ്യത്തിൻ്റെ കുഴപ്പമില്ലായിരിക്കും. ബോധ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലായിരിക്കും. ഇപ്പോൾ ഞാൻ കൈവക്കാൻ പറഞ്ഞാൽ എല്ലാവരും കൈവക്കും. എല്ലാ സങ്കടങ്ങളാണ്. എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് നിയോഗം എഴുതിയാലും സങ്കടങ്ങളുണ്ട്. അത് എപ്പോൾ എങ്ങനെ വരും, അതിങ്ങനെ ക്യൂല് മനസ്സിലിങ്ങനെ പതിഞ്ഞിരിക്കും. ഞാൻ പറയും, ഒരു പേപ്പർ കൊടുത്തിട്ട് ഒറ്റ സങ്കടം മാത്രം എഴുതുക, അത് മാറുമെന്ന് പറഞ്ഞാൽ കൺഫ്യൂസ് ആവും നിങ്ങൾ. ഏത് എഴുതണം? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുറേ ഒറ്റ സങ്കടമായിട്ട് എഴുതാൻ സാധിക്കും. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ക്യൂവാ. ചിന്തിച്ച് നോക്കിയാൽ സങ്കടം. ഭർത്താവിനെക്കുറിച്ച് ഓർത്ത സങ്കടം, ഭാര്യയെക്കുറിച്ച് ഓർത്ത സങ്കടം, മക്കളെക്കുറിച്ച് ഓർത്ത സങ്കടം, വീട്, ബിസിനസ്, എല്ലാത്തിനെക്കുറിച്ചും സങ്കടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് നീ എപ്പോഴും സന്തോഷിച്ചിരിക്കണമെന്ന്. അത് ദൈവം ഒരു ഓപ്ഷൻ പറഞ്ഞൊന്നുമില്ല. സന്തോഷിച്ചിരിക്കുന്നത് കൽപ്പനയാണ്.
നീ സന്തോഷിച്ചിരിക്കുക എപ്പോഴും. 1 തെസ്സലോനിക്ക 5:16-17 എപ്പോഴും പ്രാർത്ഥിക്കുക. എന്നുവെച്ചാൽ സന്തോഷമായിട്ടിരുന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഡ്രെയിൻ ഔട്ടായി പോകുന്നത്, ചാർജ് പോകുന്നത്, പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം സങ്കടമാണ്. പല കാര്യങ്ങൾ, ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടാണ്. ഉടമ്പടി സന്തോഷത്തിൽ എടുക്കേണ്ടതാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ ജീവിതം ഭൂമിയിൽ ജീവിക്കുക ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക. സ്വർഗം എന്താ? ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് സ്വർഗം. അത് ഭൂമിയിൽ ജീവിക്കുന്നതാണ് ഉടമ്പടി ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് മനസ്സിലാക്കാതെ, ബോധ്യമില്ലാത്തതുകൊണ്ടാണ് എന്തിനാണ് നമുക്ക് സങ്കടം. പിന്നെ സങ്കടം വന്നാൽ അപ്പം അത് സന്തോഷമായിട്ട് മാറ്റാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് കേട്ടാൽ ഞാൻ നല്ലൊരു ടിപ്സ് പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സങ്കടം മനസ്സിൽ ഓർത്ത് വെച്ചേ, ഇപ്പം അത് സന്തോഷമായിട്ട് മാറ്റാൻ പറ്റും. ഇത് മാജിക്കൊന്നുമില്ല, വചനമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സങ്കടം? എന്താ പിന്നെ സങ്കടം എന്ന് പറയണത്? എന്താ നമ്മുടെ മനസ്സിൽ സങ്കടം തന്നെ? എന്താ? എൻ്റെ ഇഷ്ടത്തിന് എതിരെ സംഭവിക്കുന്നതെല്ലാം സങ്കടമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇഷ്ടത്തിന് എതിരെ സംഭവിക്കുന്ന എല്ലാ സങ്കടമാണ്. എനിക്ക് ബിസിനസ്സിൽ നഷ്ടം വന്ന്, ബിസിനസ്സിൽ എപ്പോഴും ലാഭമായിരിക്കണം. എൻ്റെ ഭർത്താവ് എനിക്ക് അംഗീകാരം തരണം, എല്ലാ കാര്യവും എന്നോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ടേ തീരുമാനം എടുക്കാവൂ. എപ്പോൾ വന്നാലും എൻ്റെ അടുത്ത് വന്നിരിക്കണം, നിനക്ക് സുഖമാണെന്ന് ചോദിക്കണം, നീ ഇത്രയും ജോലി ചെയ്യരുതെന്ന് പറയണം, ഇല്ല നമ്മളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഭാര്യ. അതൊന്നും ഭർത്താവ് ചെയ്തില്ലെങ്കിൽ അത് സങ്കടമാണ്. നമ്മളെ ഇഷ്ടം അതാണ്. അതിൻ്റെ എതിരെ ഭർത്താവിന് ഭാര്യ ഒന്നും തിരിച്ച് സംസാരിക്കരുത്, എപ്പോഴും ബഹുമാനത്തോടെ സംസാരിക്കണം. അതിനെതിരെ സംഭവിച്ചാൽ സങ്കടമാണ്. മക്കൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാവും, അതിൽ കുറച്ച് പാടില്ല. അതിൽ കുറച്ചായി കഴിഞ്ഞാൽ അതാണ് നമ്മളെ ഇഷ്ടം. അതിനെ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ സങ്കടമാണ്. എപ്പോഴും ബാങ്ക് ബാലൻസ് ഹൈ ആയിരിക്കണം, അതിൽ കുറയരുത്. ഈ മാസം 50,000 വരുമാനമായില്ല, 10,000 വരുമാനമാണെങ്കിൽ അടുത്ത മാസം 20,000 സേവ് ചെയ്യണം, അതിൻ്റെ അടുത്ത മാസം 40,000 സേവ് ചെയ്യണം. ഒരു വീട് ദൈവം തന്ന്, അത് ഓടിട്ട വീടാണ്, ഫസ്റ്റ് ഫ്ലോറോട് കെട്ടണം, അതാണ് ആഗ്രഹം. അപ്പോൾ അത് കൂട്ടുകാരി അല്ല പരിചയമുള്ളവർ കെട്ടിക്കഴിഞ്ഞാൽ, ബന്ധുക്കാർ കെട്ടിയ സങ്കടമാണ്. എൻ്റെ ആഗ്രഹം നടന്നില്ല. ഇതൊക്കെ സങ്കടം അകത്ത് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. പുറമേ കാണിക്കില്ല, പക്ഷെ സങ്കടം കിടപ്പുണ്ട്. ആഗ്രഹങ്ങൾ, നടക്കാത്ത ആഗ്രഹങ്ങളിനാണ് സങ്കടമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ വേണം, ഈ ജോലി തന്നെ വേണം, അത് കിട്ടിയില്ല, നടന്നില്ല, സങ്കടം. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാളും സങ്കടം കൂട്ടുകാരിക്ക് അത് കിട്ടുമ്പോൾ അതിനേക്കാളും സങ്കടം. അടുത്തുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സങ്കടം. അടുത്തുള്ളവർ അതേപോലെ ആരും എന്നെ അപമാനിക്കരുത്, എന്നെ പുകഴ്ത്തി തന്നെ പറയണം ആരെങ്കിലും. അപ്പോൾ ഇതാണ് ആഗ്രഹം, എല്ലാവരും എന്നെ പുകഴ്ത്തി പറയണം, എന്നെക്കുറിച്ച് ആരും തെറ്റ് പറയരുത്, കുറ്റം പറയരുത്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ സങ്കടമായി. അയൽക്കാരൻ അതിർത്തി മാന്തി ഇച്ചിരി ഇപ്പുറത്ത് കിട്ടിയ സങ്കടം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കംഫർട്ട് സോണിലായിരിക്കണം, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, എൻ്റെ ഇതിലേക്ക് വരരുത്. വഴി അടച്ചു വെച്ച സങ്കടമാണ്, എൻ്റെ വഴി അടയ്ക്കരുത് എന്ന് ആഗ്രഹമുണ്ട്, എന്നെ ആരും ഉപദ്രവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമ്മളുടെ ആഗ്രഹത്തിൽ നമ്മൾ ആശ്രയിച്ച് നിൽക്കുമ്പോഴാണ് സങ്കടങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യണത്. ആക്രമിക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളിൽ നമ്മൾ ആശ്രയിച്ച് നിൽക്കും. ഹല്ലേലൂയ. ഞാൻ പറയണം, മനസ്സിലാകണ്ട. അപ്പോൾ ഇത് ചെയ്യേണ്ട ദൈവ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. ജെറമ്യാ 29:11 ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു ഇഷ്ടമുണ്ട്, പദ്ധതിയുണ്ട്, തിരുമനസ്സുണ്ട്, അത് നിൻ്റെ നന്മയ്ക്കാണ്, ഒരിക്കലും നാശത്തിലാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിങ്ങനെ ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. അപ്പോൾ എപ്പോഴും ദൈവത്തോട് പറയണം, ഈ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറാൻ ഞാൻ എന്ത് ചെയ്യണം? അത് നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നില്ല ദൈവം.
ദൈവം ജയിപ്പിക്കുന്ന. ഹല്ലേലൂയ. അതിന് ചെയ്യേണ്ടത് ജെർമിയ 29:12 ദൈവം തന്നെ പറയുന്നുണ്ട്, നീ എന്നോട് ചോദിക്കുക നിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, നീ എന്നോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അതാണ് ഈശോ ലൂക്ക 11:2 ഈശോ പറയുന്നത്. ഈശോ പറഞ്ഞത് എന്താ? നിൻ്റെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗം ആരാണ്? ദൈവമാണ്. ഭൂമി ആരാണ്? നമ്മളാണ് ഭൂമി. നിൻ്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിൻ്റെ ഇഷ്ടം ഭൂമിയിലും ആകണേ എന്ന് പറഞ്ഞാൽ സ്വർഗം ആരാ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിലും ആകണേ. ഈശോ അത് പഠിപ്പിച്ച ടെക്നിക്കലി പക്കയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ജെർമിയ 29:12 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം. ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ അത് ബോധ്യമില്ലാതെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് ബോധ്യത്തോടെ എങ്ങനെയാണ് നിൽക്കാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദൈവം പറയുകയാണ്, എടാ നിനക്ക് മുൻകൂട്ടി പറയുകയാണ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നീ കച്ചവടം ചെയ്യല്ലേ, ഞാൻ അനുവദിച്ച് കൊടുക്കാൻ പോവുകയാണേ, ഈ കച്ചവടം പൊളിയുക, ഇന്നൊരു നഷ്ടം വരും, ഇന്ന് ലാഭം ഉണ്ടാകില്ല, അതെൻ്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് നീ ടെൻഷനൊന്നും അടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടാകും, കൈ പിടിച്ചോളാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ നിങ്ങളെ കച്ചവടത്തിൽ പറ്റിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ടെൻഷനാവുക. ദൈവം മുൻകൂട്ടി പറഞ്ഞിരിക്കുക, ഇതെൻ്റെ ഇഷ്ടമാണ്. നിൻ്റെ മകനെ അല്ലേ, നിൻ്റെ മകൾക്ക് OIT എഴുതിയിട്ടില്ലേ, ഈ പ്രാവശ്യം ഞാൻ ഫെയിലാക്കാൻ പോവുകയാണ്, കിട്ടില്ല, അതെൻ്റെ ഇഷ്ടമാണ് എന്ന് ദൈവം പറയുകയാണ്. ഈസ് ദി ലോർഡ്. പോയി എക്സാം എഴുതി ഫെയിലായാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ വരുവാ, സങ്കടം വരുവാ. ദൈവം അതിൻ്റെ കൂടെ വാഗ്ദാനം പറഞ്ഞിരിക്കുക. 2 വാഗ്ദാനങ്ങളാണ്. ജെർമിയ 29:11 എൻ്റെ ഇഷ്ടം, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ഇതിങ്ങനെയാണ് ചെവിയിൽ കേൾക്കേണ്ടത്. ഭർത്താവ് നിന്നെ അന്വേഷിക്കില്ല കേട്ടാ, അതെൻ്റെ ഇഷ്ടമാണ്. അതിൻ്റെയൊക്കെ കാരണം പിന്നെ പറയും, ദൈവം പറയും, ഭർത്താവ് നിന്നെ അന്വേഷിക്കൊന്നുമില്ല, നീ പറഞ്ഞൊന്നും അംഗീകരിക്കില്ല, നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അത് ഞാൻ ചെയ്യിപ്പിക്കുന്നതാണേ, അപ്പോൾ നീ ടെൻഷൻ അടിക്കരുത്, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഭർത്താവ് ഇത് പ്രതീക്ഷിച്ചിരുന്നത് എന്ത് സംഭവിച്ചാലും ഇത് ദൈവമല്ലേ ചെയ്യിപ്പിക്കുന്നത്, ടെൻഷൻ വരുവാ. നിങ്ങളുടെ കാര്യം അതേപോലെ, മക്കൾ എന്തു പറഞ്ഞാലും കേൾക്കില്ല, അനുസരിക്കില്ല, മൊബൈലും വെച്ചിരിക്കുക, അത് ഞാൻ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ഞാനിവിടെ ഉണ്ട്, ടെൻഷൻ അടിക്കേണ്ട. സങ്കടം വരുവാ ജീവിതത്തിൽ, നീ എത്ര ശ്രമിച്ചാലും ഈ വീടിൻ്റെ കടം തീരില്ല, ഈ വീട് ജപ്തായി പോവേ. പ്രൈസ് ദി ലോർഡ്. ഇതെൻ്റെ പദ്ധതിയാണ്, എൻ്റെ പദ്ധതിയാണ്, നീ വിഷമിക്കരുതേ എന്ന് ദൈവം മുൻകൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പദ്ധതിയാണ് വീട് ജപ്തി. എൻ്റെ ദൈവം പറയുക, നീ പുറത്ത് റോട്ടിൽ പോയി കിടക്കേണ്ടി വന്നാലും ഞാൻ അത് കൂടെ കിടക്കും, നീ വിഷമിക്കേണ്ട, ഞാനല്ലേ ഉള്ളത് നിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ സങ്കടം വരുവാ. പ്രൈസ് ദി ലോർഡ്. സങ്കടം വരുവാ. നീ ഇന്ന് കല്യാണത്തിന് പോയാൽ ഒരാളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, 4 പേരുടെ മുമ്പ് വെച്ച് നിന്നെ മോശമായിട്ട് സംസാരിക്കും, നിന്നെ ബഹുമാനിക്കുകയില്ല, നീ ചെയ്യാത്തൊക്കെ പറയും, നീ മിണ്ടരുത്, പോന്നേക്ക്, ഞാനല്ലേ അനുവദിച്ചു തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതെല്ലാം നമ്മൾ അറിയണം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുൻകൂട്ടി ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന്. സങ്കടം ജീവിതത്തിൽ വരുവാ. പ്രൈസ് ദി ലോർഡ്. ഇത് തനിയെ സംഭവിക്കുകയാണ്. എൻ്റെ അധികാരം എൻ്റെ മുകളിലാണ്, എൻ്റെ ഇഷ്ടമാണ് നിറവേറിക്കൊണ്ടിരിക്കുന്നത്, എനിക്കെതിരെ സംഭവിക്കുന്നതെല്ലാം സങ്കടമായിട്ട് മാറിയ. അങ്ങനെ സങ്കടത്തെ എടുത്ത് ഇങ്ങനെ കരച്ചിൽ, ബഹളം, പ്രാർത്ഥിക്കില്ല, ഇതാ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുക, ഇതൊക്കെ ഞാൻ ചെയ്യിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നീ എന്നിൽ മാത്രം ആശ്രയിക്കാൻ, എന്നാലേ എനിക്ക് നിന്നെ ഉയർത്താൻ പറ്റൂ, എൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 5:7 തളർവാദ രോഗിയെ ദൈവം സൗഖ്യപ്പെടുത്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ എത്ര കൊല്ലത്തിന് ശേഷമാണ്? 38 കൊല്ലം. ബൈബിൾ വായിക്കണം. യോഹന്നാൻ 5:7 നമ്മൾ കേട്ടിട്ടുള്ളതായത്, കുറേ കേട്ടിട്ടുള്ള. ബെത്സൈദ കുളത്തിൽ കിടക്കുന്ന, കുളക്കരയിൽ കിടക്കുന്ന
തളർവാദ രോഗിയെ ദൈവം 38 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ പോയി സൗഖ്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവൻ കടന്ന അടുത്ത ദിവസം സൗഖ്യപ്പെടുത്തായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇതുപോലെ കുറേ പേര് 38 കൊല്ലമായിട്ട് സൗഖ്യം പ്രാപിക്കാതെ കിടക്കുക. ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസവും 2 ദിവസം 3 ദിവസം 4 ദിവസത്തിൽ സൗഖ്യപ്പെടുത്താം. ഇല്ല, അന്ന് തന്നെ സൗഖ്യപ്പെടുത്താം. ദൈവം എന്താ സാഡിസ്റ്റാണോ? ഇല്ല, ഞാൻ 50 കൊല്ലം എടുക്കില്ല, 30 കൊല്ലം നീ അനുഭവിക്കുക, അത് കഴിഞ്ഞാൽ ഞാൻ സൗഖ്യപ്പെടുത്തുമെന്ന് ദൈവം പറയുക. ഇല്ല, 38 കൊല്ലം എന്താ എടുത്തത്? 38 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ്റെ മനോഭാവം മാറിയത്. എന്നെ കുളത്തിൽ ഇറക്കാനോ എന്നെ രക്ഷിക്കാൻ ആരുമില്ല, അവനങ്ങനെയാണ് പറഞ്ഞത്. ആരും ഇല്ലെന്നുള്ളൊരു ബോധ്യം നമുക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നീ ഇല്ലാതെ ആരും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ആശ്രയം. ആരുമില്ല, അതാണ് എളിമപ്പെടൽ. എളിമപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് എളിമപ്പെടുന്നത്. നമ്മളുടെ ശക്തിയെ ആശ്രയിക്കുന്നത് അഹങ്കാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ 1 പത്രോസ് 5:5 പറയുന്നത് അഹങ്കാരികളെ ദൈവം വെറുക്കും, ആശ്രയിക്കുന്നവർക്ക് ദൈവം കൃപ തരും. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി കൃപയുടെ ജീവിതമാണ്. ഹല്ലേലൂയ. ദൈവത്തെ ആശ്രയിക്കണം. ആശ്രയിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത ദൈവം ചെയ്തു തരും. വിചാരിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തോന്നും ഇതെങ്ങനെയാണ് സാധിക്കാമെന്ന്. അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ റോമ 8:28 പരിശുദ്ധാത്മാവ് വാഗ്ദാനമുണ്ട് നമുക്ക്. പരിശുദ്ധാത്മാവ് പറയുക, എന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ഞാൻ മാറ്റുന്ന. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇത് ഒരാളെ അവമാനിച്ചതും, നമ്മളെ വീട് ജപ്തിയായിപ്പോയതും, ബിസിനസ് കടവായിപ്പോയതും, നഷ്ടമായതും, മക്കൾ പഠിക്കാത്തതും, മക്കളുടെ വിവാഹം താമസിച്ചതും, ഇതെല്ലാം ദൈവത്തിന് നന്മയ്ക്കായി മാറ്റാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ഉറപ്പാണ്. ഇതിന് ചെയ്യേണ്ടത് ദൈവത്തെ മാത്രം ആശ്രയിച്ചിരിക്കുക. ഇതെന്താ സംഭവം എന്നാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിലൊക്കെ ഞാൻ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടില്ല പറയുന്നത്. എൻ്റെ ജീവിതം എനിക്കറിയാം. ഞങ്ങൾ ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു 12,000 രൂപ പണയം കൊടുത്താണ് താമസിക്കുന്നത്. അത് ആസ്പെക്ടോസ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വീട് ഇവർ ഉടമസ്ഥൻ വിറ്റ് അയാൾ പറഞ്ഞ് 1 മാസത്തിനകത്ത് മാറണമെന്ന്. പക്ഷേ ഈ 12,000 ഇരുന്ന് വീട്ടിൽ വലിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരുടെ ഇരുന്ന് കുറച്ച് കാശ് വാങ്ങിച്ച് അതിന് ബാക്കി 5,000 രൂപ പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ വീട് മാറണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കണം, വാടക കൊടുക്കണം. അച്ഛനാണെങ്കിൽ കിട്ടിയ കാശെല്ലാം പോയി. അച്ഛന് ബിസിനസ് ചെയ്യാൻ അറിയില്ല, എല്ലാം പോയി. പെൻഷൻ്റെ കാശ് പലിശ അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ പെൻഷൻ വാങ്ങിക്കാൻ പോയാൽ പെൻഷൻ ഓഫീസിൽ അന്നൊന്നും ബാങ്കിലില്ല. പെൻഷൻ ഓഫീസിൽ കടക്കാരൻ നിൽക്കും ഇങ്ങനെ. അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി കാശും ചോദിച്ച് അവർ ചീത്ത വിളിക്കും, അവമാനിക്കും. അതുകൊണ്ട് പോവില്ല. വീട്ടിലാണെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. വീട് ഇറങ്ങി കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ രാത്രി കിടന്ന ഉറക്കം വരില്ല. അന്ന് പ്രാർത്ഥന അറിയില്ല. ഒരു മാതാവിൻ്റെ ചെറിയ പടം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ഫോട്ടോ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിലെല്ലാം സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ സ്വന്തക്കാരുടെ അവർക്ക് വീടുണ്ട്, കാലി കിടക്കുക, നല്ല കാശുകാരാണ്. അപ്പോൾ ഞങ്ങളെ വളരെ അടുത്ത ബന്ധുക്കളാണ്. അവിടെ പോയി അമ്മ അങ്ങനെ എവിടെയും പോയി ചോദിക്കില്ല. അമ്മ പോയി അവിടെ ചോദിക്കാൻ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ്, നിങ്ങൾ വാടകയൊന്നും തരാൻ നിങ്ങൾക്ക് കഴിവില്ല, അതുകൊണ്ട് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു വിട്ടു. പ്രൈസ് ദി ലോർഡ്. മൊത്തം നോക്കി അങ്ങനെ പറഞ്ഞു. അമ്മ അങ്ങനെ കറിയാറില്ല. വന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്നോടും പറഞ്ഞു, എനിക്കും വിഷമം, എവിടെ പോയി ഇതൊക്കെ എടുത്തിട്ട് പെരുക്കിയിട്ട് എവിടെയാണ് പോകുന്നത്, ആ സ്ഥിതി. അപ്പോൾ ഇനിയൊരാൾ അച്ഛൻ കടം കൊടുത്തവർ അവർ തിരിച്ചു തരാൻ വേണ്ടി തിരിച്ചു തന്നിട്ടില്ല. അവിടെ ഒരു 7,000 രൂപ കിട്ടാനുണ്ട്. അച്ഛൻ കൊടുത്ത അച്ഛനെ തിരിച്ചു വാങ്ങിക്കുമെന്ന് അറിയില്ല. അച്ഛൻ പോയി ചോദിക്കുകയില്ല. അമ്മ തന്നെ പാവം പോയി, വീട് മാറണമല്ലോ, ഈ പൈസ കിട്ടുമെന്ന് അവരോട് ചോദിച്ചപ്പോൾ അതാണ് ഏറ്റവും സങ്കടമായത്. അവർ പറഞ്ഞ്, കാശ് ചോദിച്ച് അത് ആണുങ്ങൾ തമ്മിൽ തീർക്കും, കാശ് ചോദിച്ച് ഇവിടെ വരരുത്, വിശക്കുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ച് തരും. ഹല്ലേലൂയ. ഇതെല്ലാം തരും. നമ്മളെല്ലാ ആഗ്രഹവും, നമ്മളെ ശക്തിയെ എല്ലാം ദൈവം എടുത്തു മാറ്റും. നമുക്ക് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഉണ്ട്.
ഇത് സംഭവിച്ചാൽ അതിൽ പോകാം, അത് സംഭവിച്ചാൽ ഈ പലിശ ആ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുക, ഇത് കഴിഞ്ഞാൽ ഈ സ്ഥലം വിറ്റ് അത് ചെയ്യാം, ഇല്ലെങ്കിൽ അവരോട് ചോദിക്കാം. ഇങ്ങനെ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എല്ലാം ഫെയിലിയർ ആക്കണം ദൈവത്തിന്. ഫെയിലിയർ ആക്കിയിട്ട് ഒറ്റ പ്ലാനേ ഉള്ളൂ, ദൈവമേ നീ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവമേ, ഞാൻ ഒരു ദിവസം ഇതെല്ലാം ജീവിതം കൈവിട്ടു പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥന അറിയില്ല. മാതാവിൻ്റെ ആ പടവും കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടില്ല. അന്ന് വീട്ടിൽ ഭക്ഷണം വെച്ചിട്ടില്ല, 2 ദിവസമായിട്ട് ഭക്ഷണം വെച്ചിട്ടില്ല. അപ്പോൾ ഈ അമ്മ കരയണത് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് തന്ന അമ്മയ്ക്ക് പുറത്തു പോയി ആരോട് ചോദിക്കാൻ വയ്യ, അതിനൊന്നും ശീലിച്ചിട്ടില്ല, നല്ല ജീവിച്ചതാണ്. അപ്പോൾ ആ പടം കണ്ടുകൊണ്ട് ഞാൻ പറയുക, എനിക്ക് വേണ്ടിയിട്ടില്ല, എൻ്റെ അമ്മ കരയണേ. ഞങ്ങൾ നാളെ ഭക്ഷണം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇന്ന് പട്ടിണി കിടക്കാം, മറ്റന്നാൾ കിട്ടുന്നുണ്ടെങ്കിലും പട്ടിണി കിടക്കാം, എന്താ വഴി, എനിക്ക് വേറെ ആരുമില്ല എന്ന് അമ്മയോട് പറഞ്ഞു. ഇങ്ങനെയാണ് ആശ്രയിക്കേണ്ടത്. അന്ന് തൊട്ട് വീട്ടിൽ അതാണ് യഥാർത്ഥ 38ാമത്തെ കൊല്ലം എൻ്റെ അതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആരുമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് വരെ ബുദ്ധിമുട്ട് വന്നിട്ട്. അത് മാത്രമല്ല, ഞാൻ ആലോചിച്ച് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ 1 രൂപ ടിക്കറ്റ് എടുത്ത് പോയി കിടക്കണം. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഓടിയതാണ്. ഞങ്ങൾക്ക് എവിടെ പോവും, ഈ ബാഗൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കണമെന്ന്. എനിക്ക് എൻ്റെ ദൈവം, നമ്മളെ ദൈവം, നമ്മളമ്മ കൊച്ചിയിൽ ഇന്നും അത്രയും വലിയ ബംഗ്ലാവില്ലാത്ത വീടാണ് എനിക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും കൊച്ചിയിൽ നിങ്ങൾ പോയി അന്വേഷിച്ചു, അതുപോലെ ഉണ്ടാകില്ല അത്രയും. അത് അമ്മ എനിക്ക് തന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളുടെ ജീവിതം അതുപോലെയാണ്. നിങ്ങൾ നോക്കേണ്ട, ഇതൊക്കെ ഈ പ്രതികൂലം സംഭവിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ സാധിക്കുന്നത്? ദൈവം അങ്ങനെ തന്നെ എടുത്ത് മാറ്റും, ഇതൊക്കെ മാറ്റിക്കളയും, മൊത്തം മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൽ മാത്രം ഇങ്ങ് ആശ്രയിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവ ഇഷ്ടത്തെ മാത്രം കാണുക. ദൈവം മുൻകൂട്ടി പറയുന്നത്, എടാ ഇത് ഞാൻ അനുവദിച്ച് തന്നിരിക്കുകയാണ്, നീ മിണ്ടാതിരിക്കുക, നീ എന്നിൽ മാത്രം ആശ്രയിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ക്ഷമയോടെ കാത്തിരിക്കുക. ഹെബ്രിയ 6:15 ദൈവം പറയുക, അബ്രാഹാമിന് വാഗ്ദാനങ്ങളെല്ലാം നിറവേറിയത് അവൻ കാത്തിരുന്ന്. ദൈവത്തിൻ്റെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാഗ്ദാനമായിട്ട് ദൈവം തന്നിരിക്കുക. നീ കാത്തിരിക്കണം ക്ഷമയോടെ. ദൈവത്തോട് പറയണം, എനിക്ക് വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ജീവിത രീതിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങൾ നിന്നെ മാത്രം, നിൻ്റെ മകനെ മാത്രം ആശ്രയിച്ചിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. ഈ നിമിഷം ഞങ്ങളെ തൊട്ട്, ഞങ്ങൾ ദൈവത്തെ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. ആ കൃപ ഞങ്ങളെ ഹൃദയത്തിൽ നിറയ്ക്കണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.